അവരനുഭവിക്കുന്ന പീഡനം എത്രയായിരിക്കും എന്നുള്ള ഓർമ്മയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടായത്? ആ ചിത്രം ഉണ്ടായത് അതിന്റെ പ്രധാന കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും 1991 ശേഷം കഴിഞ്ഞ 10-12 വർഷങ്ങളായി ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകര ആക്രമണങ്ങൾ, സ്ഫോടനങ്ങൾ, ഇതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണ്, മുസ്ലിം ചെറുപ്പക്കാരാണ്, മുസ്ലിം സംഘടനകളാണ് എന്ന ഒരു പ്രചാരണം ഇവിടെ വ്യാപകമായിട്ടുണ്ട്. BJPയും RSSും ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടാക്കിയെടുത്തു. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല, പക്ഷെ എല്ലാ ഭീകരവാദികളും മുസ്ലിങ്ങളാണ്. അദ്വാനിയുടെ ഒരു കോയിനേജാണ്, അദ്വാനി ഉണ്ടാക്കിയെടുത്ത ഒരു മുദ്രാവാക്യമാണ്. അങ്ങനെ രാജ്യത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ പ്രധാനമായും വളരെ ഉയർന്ന നിലവാരമുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള, മിടുക്കന്മാരായിട്ടുള്ള, പ്രതിഭാശാലികളായിട്ടുള്ള ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാർ. അവർ ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. ഗൂഗിൾ നടത്തിയ ഒരു പരീക്ഷയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച മാർക്കോട് കൂടി സെലക്ഷൻ കിട്ടിയ ഒരു പയ്യനെയാണ് 2 വർഷം മുമ്പ് മുംബൈയിൽ നിന്ന് മുംബൈ റേഞ്ച് പഠനത്തിന്റെ പേരിൽ പോലീസ് പൊക്കിയെടുത്തുകൊണ്ടത്. അങ്ങനെ സോഫ്റ്റ്വെയർ ഫീൽഡിലും മെഡിക്കൽ ഫീൽഡിലുമൊക്കെ ഏറ്റവും മികച്ചു നിന്നിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ വ്യാപകമായി ഇന്ത്യയിലെ നഗരങ്ങളിൽ നിന്നെല്ലാം വേട്ടയാടി പിടിച്ചുകൊണ്ടുപോയി മാസങ്ങളോളം വർഷങ്ങളോളം ജയിലിലിട്ട് കേട്ടാൽ അടക്കുന്ന നമ്മുടെ ഞരമ്പുകൾ തോച്ചിപ്പോകുന്ന തരത്തിലുള്ള അത്യന്തം ഭീകരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയും അവരുടെ മലദ്വാരത്തിൽ മുളകുപിടി പുരട്ടുന്നു, അവരുടെ ലിംഗത്തിൽ സൂചി കുത്തിക്കയറ്റുന്നു, നഖങ്ങൾ പറിച്ചെടുക്കുന്നു, തലകീഴായി കെട്ടിത്തൂക്കുന്നു, തുണിയഴിച്ച് നഗ്നരാക്കി ഐസ്കട്ടയിൽ ദിവസങ്ങളോളം കിടക്കുന്നു, ഇരുമ്പ് തകിടുകൾ, ഭാരമേറിയ ഇരുമ്പ് തകിടുകൾ നാട്ടിൽ കെട്ടിത്തൂക്കുന്നു, സ്വന്തം മനം തീറ്റിക്കുന്നു, ക്ലോസറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്നു. മഹത്തായ ജനാധിപത്യ രാജ്യത്ത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളായിരുന്നു സുഹൃത്തുക്കളെ. ഇങ്ങനെ നൂറുകണക്കായ മുസ്ലിം ചെറുപ്പക്കാർ, അവരിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും ജയിലിന് അകത്ത് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ചെറുപ്പക്കാരെ പീഡിപ്പിക്കുകയും ഒരു സമുദായത്തെ ബന്ദിയാക്കുകയും ചെയ്ത ഈ സംഭവ പരമ്പരകൾ ഒടുവിലാണ് ഇപ്പോൾ പുതിയ ഒരു റവലേഷൻ, വെളിപ്പെടുത്തൽ ഉണ്ടായി വന്നിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്വാമിജി വന്നിട്ട് മൂപ്പരങ്ങത്തെ പ്രഖ്യാപിച്ചു, ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികൾ നടത്തിയതാണ്, ഇതൊക്കെ ഞങ്ങളുടെ കുട്ടികൾ നടത്തിയതാണ് എന്ന് സ്വാമിജി എന്തെന്നിട്ട് പറഞ്ഞു. സ്വാമിജി ഈ നിയമപരമായിട്ട് 164 സ്റ്റേറ്റ്മെന്റാണ്, ഇയാളുടെ മൊഴിയാണ്. മൊഴി എന്ന് പറഞ്ഞാൽ മൊഴിക്ക് പലതരത്തിലുള്ള മൊഴികൾ, അതൊക്കെ മനസ്സിലാക്കി. മുസ്ലിം ചെറുപ്പക്കാരുടെ ഈ സ്വഭാവത്തിൽ ഒരുപാട് മൊഴികളെ കുറിച്ച് മാതൃഭൂമിയൊക്കെ മുമ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എവിടെ സ്ഫോടനം ഉണ്ടായാലും ഈ ചെറുപ്പക്കാർ കുറിച്ചെടുക്കും. 3-ാം ദിവസം ഇവരുടെ മൊഴി മാതൃഭൂമിയിൽ മനോരമ പ്രശ്നമില്ല, ഞങ്ങളാണ് ആക്രമിച്ചത്. ഈ മൊഴി എന്ന് പറഞ്ഞാൽ പോലീസുകാരുടെ മുമ്പിൽ ഉള്ള മൊഴിയാണ്. അത് നിയമപരമായിട്ട് പ്രാബല്യമില്ല. ഇത് ഇങ്ങനെ ഉരുക്കലാർ ഇടി വന്നിട്ട് ഈ നട്ടലിൽ ഐസ്ക്രീം മാതിരി ആകുമ്പോൾ ഇവർ അറിയാതെ എല്ലാ കുറ്റങ്ങളും ഏറ്റു പറയും. അതാണ് ഈ മാതൃഭൂമി മനോരമയിൽ കൊടുക്കണം മുസ്ലിം ചെറുപ്പക്കാരുടെ മൊഴി. അങ്ങനെ നിങ്ങൾ ഈ കഴിഞ്ഞ ബോംബെ സ്ഫോടനം എന്ന് പറഞ്ഞാൽ മറ്റേ ഈ താജ് ഹോട്ടൽ ആക്രമിച്ചത്, അതിന് മുമ്പ് ഒരു ട്രെയിൻ സ്ഫോടനം നടക്കണം, മെട്രോ ട്രെയിൻ സ്ഫോടനം.
അതിന്റെ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ പത്രത്തിൽ വായിക്കാൻ പറഞ്ഞാൽ വേറൊരു തമാശയാണ്. അത് ചാർജുകൾ ആ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് വെറുതെ അവർ തീരുമാനിച്ചിരിക്കുക. അടച്ചിട്ട കോടതി മുറിയിലാണ് അതിന്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒരുപാട് കഥകളുണ്ട്. അതിൽ ആ കേസിൽ കുറെ മുസ്ലിം ചെറുപ്പക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗൂഗിൾ പരീക്ഷയിൽ രണ്ടാം വേണ്ടി ആ പയ്യനൊക്കെ ആ കേസിലാണ് പിടിച്ചുകൊണ്ടുവരും, സിബി എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടുവരാം. അപ്പൊ ആ കേസിൽ ഈ പ്രതിയാക്കപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി കേസ് വാദിച്ചിരുന്നത് ഷാഹിദ് അസ്മി എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീലായിരുന്നു. വളരെ സുന്ദരനായിട്ടുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള 32 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഷാഹിദ് അസ്മി. അങ്ങനെ ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. പുള്ളി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ആയുധം കിട്ടുകയാണ്, ഉത്തർപ്രദേശിലെ ആയുധം കിട്ടുകയാണ്. വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ജനിച്ചാണ്. അവന്റെ ഒരു 12 വയസ്സിലോ 13 വയസ്സിലോ മറ്റാണെന്ന് തോന്നുന്നു പോലീസ് അവരെ പൊക്കിയെടുത്തുകൊണ്ടിരുന്നു. എന്തോ ഒരു ഭീകര കോടതി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പയ്യനായിട്ടുള്ള ഷാഹിദ് അസ്മിയെ പോലീസ് പൊക്കിയെടുത്തിട്ടുണ്ട്. തിഹാർ ജയിലിൽ, ഡൽഹിയിലെ ഭീകരമായിട്ടുള്ള തിഹാർ ജയിലിൽ കൊണ്ടുപോയി. ഭാഗ്യത്തിന് ഇവൻ അവിടെ ജയിലെത്തിയ സമയത്ത് നമ്മുടെ ശ്രീമതി കിരൺ ബേദിയെ അവിടുത്തെ ജയിൽ സൂപ്രണ്ട്, ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭയായിട്ടുള്ള ഒരു വനിതാ പോലീസ് ഓഫീസറാണ്. കിരൺ ബേദി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ ജയിലിലുള്ള ആയിരക്കണക്കിന് അന്തേവാസികളുടെ ജയിലാണ്. ആ ജയിലിലുള്ള ആളുകൾക്കൊക്കെ പഠിക്കാനും പരീക്ഷ എഴുതാനൊക്കെയുള്ള സൗകര്യം കിട്ടും. മിടുക്കനായിട്ടുള്ള ഈ ഷാഹിദ് അവർ പരീക്ഷ എഴുതി, 10ാം ക്ലാസ് പരീക്ഷ 12ാം ക്ലാസ് പരീക്ഷ എഴുതി. അതിനകത്തു നിന്ന് തന്നെ നിയമബിരുദവും നേടി പുറത്തു വന്നു. അന്ന് അവൻ എടുത്തൊരു തീരുമാനമായി, എന്റെ ഇനിമേലുള്ള ജീവിതം ഇതേപോലെ ജീവിതം തകർക്കപ്പെട്ടു പോയ ആയിരക്കണക്കായ മുസ്ലിം ചെറുപ്പക്കാർ എന്റെ നാട്ടിലുണ്ട്, ഈ രാജ്യത്ത്. എന്റെ ഇനിമേലുള്ള ജീവിതം അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്ന് തിഹാർ ജയിലിൽ നിന്ന് നിയമബിരുദമെടുത്ത് പുറത്തു വരുമ്പോൾ ഷാഹിദ് അസ്മി തീരുമാനിച്ചു. അങ്ങനെയാണ് അവൻ ബോംബെയിൽ നിരവധി